വിദ്യാർത്ഥികൾ മെയ് 5-ാം തീയതി നടക്കുന്ന നീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് റൗണ്ട് ഓഫ് പ്രിപ്പറേഷനിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് നീറ്റ് എക്സാമിനേഷൻ്റെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും യാതൊരു കാരണവശാലും മറക്കാതെ, അതായത് നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ID കാർഡും അതുപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഡ്രസ് കോഡും അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ടു ചെല്ലാതെ വളരെ സിസ്റ്റമാറ്റിക്കലി വളരെ കോൺഫിഡൻസോടു കൂടി എക്സാമിനേഷന് ചെന്നു കഴിഞ്ഞാൽ 720 മാർക്കിനാണ് നീറ്റ് എക്സാമിനേഷൻ ഉള്ളത്. 180 ക്വസ്റ്റ്യൻസാണ് അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം. അതിൽ 90 ക്വസ്റ്റ്യൻസ് ബയോളജിയാണ്. ഞാൻ പറയുന്നത് ആദ്യമായി നിങ്ങൾക്ക് ബയോളജി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം 90 മാർക്കിൽ NCERT ബേസ്ഡ് ആയിട്ട് നന്നായി പഠിച്ച ഒരു കുട്ടിക്ക് ഒരു 80 ക്വസ്റ്റ്യൻസൊക്കെ കണ്ണുടച്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് കെമിസ്ട്രി ക്വസ്റ്റ്യൻസിൽ ഓർഗാനിക്കും അതുപോലെ തന്നെ ഇൻഓർഗാനിക്കും തുടങ്ങിയ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് നന്നായി ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് രണ്ടാമത് ഫിനിഷ് ചെയ്യണം. മൂന്നാമത് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മാത്തമാറ്റിക്സ് ബേസ് ആയതുകൊണ്ട് തന്നെ ചില ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അങ്ങനെ ഒരുപാട് സമയമെടുത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ സമയം കളയാതെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഓടിച്ചു നോക്കിയതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത് കണ്ടുപിടിച്ചിട്ട് അത് ഒരുപാട് സമയമെടുക്കാതെ, നമ്മൾക്കറിയാം 3 മണിക്കൂർ 20 മിനിറ്റാണുള്ളത്, അതിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. 720-ൽ ഒരു 600 മാർക്കും അതിന് മുകളിൽ വാങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ വളരെ തുച്ഛമായ ഫീസിന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 600 മാർക്കിനുള്ള ഒരു ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു 80-ന് മുകളിൽ ബയോളജി ചെയ്യണം. അതുപോലെ കെമിസ്ട്രിയും ഫിസിക്സും 45 ക്വസ്റ്റ്യൻസിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് വീതമെങ്കിലും മിനിമം ചെയ്തിട്ട് പരമാവധി സ്കോർ ചെയ്യുക. ആ സ്കോർ ചെയ്യുന്ന ബേസിലാണ് ഗവൺമെൻറ് മേഖലയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലാണെങ്കിൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലായി 1750 സീറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി സീറ്റുകൾ മുഴുവൻ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലാണ്. അതിലും എന്താണ് മെറിറ്റ് സീറ്റ്സ് എന്ന് പറയുന്ന ഗവൺമെൻറ് സീറ്റ് എന്ന് പറയുന്ന സീറ്റുകളുണ്ട്. അവിടെയും നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല സ്കോർ വേണം. അതുകൂടെ ഓൾ ഇന്ത്യ ലെവലിൽ മൊത്തത്തിൽ വന്നിട്ട് സീറ്റിൻ്റെ ഒരു 15% നമ്മൾക്ക് അർഹതപ്പെട്ടതാണ്. അവിടെ നമ്മൾ കിട്ടണമെങ്കിൽ തമിഴ്നാട്ടിലോ കർണാടകയോ മറ്റു സ്റ്റേറ്റുകളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ നമ്മൾക്ക് ഉള്ള ഒരു സീറ്റ്സ് നമുക്ക് യോഗ്യതയുള്ളതാണ്. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ക്വസ്റ്റ്യൻസ് ഈ വർഷം കമ്പാരിറ്റീവ്ലി മത്സരത്തിൻ്റെ തോത് കൂടുന്നതനുസരിച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ടഫ്നെസ്സും കൂടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഒരുപാട് സമയം കളഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്യുക. പരമാവധി 100% നെഗറ്റീവ് ആൻസർ ചെയ്യാതെ, നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ നെഗറ്റീവ് ഇല്ലാതെ നിങ്ങൾ പരമാവധി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിലേക്ക് വേണ്ടി ട്രൈ ചെയ്യുക. അതിലേക്ക് വേണ്ടിയിട്ട് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവരും ഞാൻ ആശംസിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നി, നിങ്ങൾക്ക് മെഡിസിൻ മാത്രം മതി, ഈ വർഷം എഴുതിയിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത വർഷം ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഒരു വർഷം കളഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു, യാതൊരു കുഴപ്പമില്ല, റിപ്പീറ്റ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.